നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഈശ്വരന്റെ തന്നെ അംശമായ ജീവാത്മാവിന്റെ ശക്തിയാൽ നിലനിൽക്കുന്ന മനസ്സും ശരീരവും എങ്ങനെയാണ് ഈ ലോകത്തിലെ സുഖദുഃഖങ്ങളിൽ കുരുങ്ങിപ്പോകുന്നത്? ആത്മാവിന്റെ ചൈതന്യത്താൽ പ്രവർത്തന നിരതമാകുന്ന മനസ്സും ശരീരവും മായയാൽ ബന്ധിതമാവുകയും ഞാൻ ആരാണ് എന്ന് മറക്കുകയും ചെയ്യുന്നിടത്താണ് ലൗകിക ജീവിതം ആരംഭിക്കുന്നത്. അതായത് ലൗകിക ജീവിതം തന്നെ ഭ്രമമാണെന്നർത്ഥം. എന്ന് ജ്ഞാനം മായയെ നീക്കം ചെയ്യുന്നുവോ അപ്പോഴാണ് ഒരുവൻ മുക്തനാവുക. ഈ മായ നമ്മെ കൂടുതൽ അപകടത്തിലെത്തിക്കാതിരിക്കുവാൻ സൽപ്രവർത്തികളും പ്രാർത്ഥനകളും സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇണ്ടൽ അഥവാ ദുഃഖമുണ്ടാകുന്നത്? ഒന്നായതിനെ രണ്ടായി കാണുന്നത് കൊണ്ടാണ് എന്നാണ് ഹരിനാമ കീർത്തനം പറയുന്നത്. ഈ അവസ്ഥയെ മറികടക്കാൻ ഏകാഗ്രത ആവശ്യമാണ്. അതിലേക്കുള്ള പാതയാണ് ധ്യാന പ്രാർത്ഥനകൾ. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. जगदीश हरे स्वामी जय जगदीश हरे भक्त जनों के संकट दास जनों के संकट क्षण में दूर करे ओम जय जगदीश हरे हरे स्वामी जय जगदीश हरे भक्त जनों के संकट दास जनों के संकट क्षण में दूर करे ओम जय जगदीश हरे ध्यावे फल पावे दुख बिन से मन का स्वामी दुख बिन से मन का सुख संपत्ति घर आवे सुख संपत्ति घर आवे कष्ट मिटे तन का ओम जय जगदीश हरे पिता तुम मेरे शरण कहो किसकी स्वामी शरण कहो किसकी तुम बिना और न दूजा तुम बिना और न दूजा आस करो मैं किसकी ओम जय जगदीश हरे पूरण
करुणा के सागर तुम पालन करता, स्वामी तुम पालन करता। मैं मूर्ख खल कामी, सेवक तुम स्वामी, कृपा करो भरता। ओम जय जगदीश हरे। तुम हो एक अगोचर सबके प्राणपति, स्वामी सबके प्राणपति। किस विध मिलू दयामय, किस विध मिलू दयामय, तुमको मैं कुमति। ओम जय जगदीश हरे। बंधु दुख हरता ठाकुर तुम मेरे, स्वामी रक्षक तुम मेरे। अपने हाथ उठाओ, अपने शरण लगाओ, द्वार पड़ा तेरे। ओम जय जगदीश हरे। विषय विकार मिढ़ाओ, पाप हरो देवा, स्वामी पाप हरो देवा। श्रद्धा भक्ति बढ़ाओ, श्रद्धा भक्ति बढ़ाओ, चंदन की सेवा। ओम जय जगदीश हरे। ओम जय जगदीश हरे। स्वामी जय जगदीश हरे। भक्त जनों के संकट, दास जनों के संकट क्षण में दूर करे। ओम जय जगदीश हरे। ओम जय जगदीश हरे। स्वामी जय जगदीश हरे। भक्त जनों के संकट, दास जनों के संकट क्षण में दूर करे। ओम जय जगदीश हरे। 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 കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കിഴക്കുമാറി പ്രതിഷ്ഠിച്ചിരിക്കുന്ന 1.5 അടി പൊക്കമുള്ള ഒരു ദേവതാ വിഗ്രഹമാണ് തവിട്ടുമുത്തി. മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ഈ ദേവതയുടെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ മീനമാസത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഈ ഒരു സമയത്ത് കൊടുങ്ങല്ലൂരമ്മ അല്ലാതെ അമ്മയുടെ ചൈതന്യത്തിൻ്റെ വലിയൊരു ഭാഗം ചൈതന്യം സ്വാംശീകരിച്ചുകൊണ്ടുള്ള മറ്റൊരു വിഗ്രഹം അല്ലെങ്കിൽ മറ്റൊരു ദേവത കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ഭഗവതിയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവരും ഭക്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും തവിട്ടുമുത്തി എന്നും തവിടാട്ടുമുത്തി എന്നും എല്ലാം സംബോധന ചെയ്യുന്ന
ആ ദേവതയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂർ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന സാക്ഷാൽ ഭദ്രകാളി സാന്നിധ്യത്തിലുള്ള ചൈതന്യമാണ്. ദേവി കാലസംഘർഷിണിയായിട്ടുള്ള ഭഗവതിയാണ്. ശിവന്റെ മകളുടെ സ്ഥാനമായിട്ട് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ച ഭഗവതിയാണ്. ദാരികനെ വധിച്ചിട്ടുള്ള ഭഗവതിയാണ് എന്നൊക്കെ അറിയാം. ആ അമ്മയ്ക്ക് ആ ക്ഷേത്രത്തിൽ ഉപദേവതകളുമുണ്ട്. അതിൽ തന്നെ മഹാദേവൻ ഭഗവതിയുടെ ഉപദേവത എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ക്ഷേത്രത്തിലുള്ള മറ്റൊരു സാന്നിധ്യമാണ്. വസൂരിമാല എന്ന് പറഞ്ഞ് മറ്റൊരു സാന്നിധ്യം ഗുരുതി നടക്കുന്ന ഭാഗം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭക്തരും ചെന്ന് തൊഴുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ദേവതാ ചൈതന്യമാണ് ഈ തവിട്ടുമുത്തി എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഷ്ഠ. ആദ്യം നമുക്ക് ആ പ്രതിഷ്ഠ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അത് ഏകദേശം ഒരു 2 അടി ഉയരത്തിലുള്ള ഒരു പീഠവും അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന 8 കൈകളോട് കൂടിയിട്ടുള്ള ഒരു വിഗ്രഹമാണ്, ഒരു ശിലാവിഗ്രഹമാണ്. അത് ഭഗവതിയുടെ വിഗ്രഹമാണ്. 8 കൈകളിൽ 8 ദിവ്യായുധങ്ങൾ ഏന്തിക്കൊണ്ടുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് അത്. മഹാദേവന്റെ നടയുടെ ഇടതുഭാഗത്തായിട്ടാണ് തവിട്ടുമുത്തിക്ക് സ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആരാധനകളൊക്കെ നടത്തുന്നത് പത്മശീലർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആരാധന? നമുക്കറിയാം, ഒരു ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിളക്ക് വെപ്പ് ഉണ്ടാവും, 3 നേരം പൂജ ഉണ്ടാവും, നേദ്യം ഉണ്ടാവും. തവിട്ടുമുത്തിക്ക് ഇതൊന്നും തന്നെ ആവശ്യമില്ല. തവിട്ടുമുത്തിക്ക് ആകെ വേണ്ടത് ഭക്തർ സ്നേഹത്തോടെ ഒഴിഞ്ഞു കൊടുക്കുന്ന തവിടാണ് പ്രധാനപ്പെട്ട വസ്തു. അവിടെ നിത്യപൂജയൊന്നുമില്ല, അവിടെ നേദ്യമില്ല, ആ അമ്പലത്തിനൊരു മേൽക്കൂരയില്ല. എന്നാൽ ശക്തിയുടെ പ്രഭവ കേന്ദ്രമാണ് ആ സ്ഥാനം. അത് ആത്യന്തികമായിട്ട് ചണ്ഡികാദേവിയുടെ പുരികക്കൊടിയിൽ നിന്ന് വന്നിട്ടുള്ള ചാമുണ്ഡയാണ് എന്നാണ് സങ്കല്പം. ആരാണ് ചാമുണ്ഡ എന്നും ആരാണ് ചണ്ഡിക എന്നും ദേവീമാഹാത്മ്യം പാരായണം ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ശുംഭനെയും നിശുംഭനെയും വധിക്കാനായി അവതാരമെടുത്തിട്ടുള്ള ശ്രീപാർവതിയുടെ ദുർഗാഭാവത്തെയാണ് നമ്മൾ ചണ്ഡിക എന്ന് വിളിക്കുന്നത്. ആ ചണ്ഡികാദേവിയുടെ പുരികക്കൊടിയിൽ നിന്നാണത്രേ കാളി അഥവാ ചാമുണ്ട ജനിച്ചത്. ആ ചാമുണ്ടയാണ് സത്യത്തിൽ ഈ തവിട്ടുമുത്തി എന്ന് വിളിക്കപ്പെടുന്നത്. ആ കഥ നമുക്കൊന്ന് എളുപ്പത്തിൽ പരിശോധിക്കാം. ശുംഭൻ നിശുംഭൻ എന്ന് പറയുന്ന 2 അസുരന്മാരുണ്ടായിരുന്നു. അവർ ബ്രഹ്മദേവനെ തപസ് ചെയ്ത്, എപ്പോഴും അസുരന്മാരൊക്കെ ചോദിക്കുന്നത് പോലെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് മരണം ഉണ്ടാവരുത് എന്നുള്ള വരം ചോദിച്ചു. ബ്രഹ്മാവ് സാധാരണ പറയുന്നത് പോലെ തന്നെ അമരത്വം തരാൻ സാധിക്കില്ല, അദ്ദേഹം കൈമലർത്തി കാണിക്കുന്നു. ആ സമയത്ത് അവർ വിചാരിച്ചു, ഞങ്ങൾ വലിയ വീരന്മാരാണല്ലോ, സാധാരണ ഒരു പെണ്ണിൻ്റെ കൈകൊണ്ട് നമ്മൾ എന്തായാലും മരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് സ്ത്രീയെ കൊണ്ട് മാത്രമേ എനിക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള വരം തന്ന് അനുഗ്രഹിക്കണം ബ്രഹ്മദേവ എന്നവർ പറഞ്ഞു. നോക്കൂ, ഒരു സ്ത്രീയെ കുറച്ച് കണ്ടു, ഒരു സ്ത്രീയുടെ മഹത്വത്തെ കുറച്ച് കണ്ടു. എന്തായാലും അവരുടെ രാജ്യഭരണമൊക്കെ തുടങ്ങി. വരം കിട്ടിയതോടുകൂടി ദേവന്മാരെ ആക്രമിച്ചു, ദേവലോകം ആക്രമിച്ചു, ഭൂമി മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലായി. അധർമ്മം കളിയാടാൻ തുടങ്ങി. സാധാരണ ചെയ്യുന്നത് പോലെ ദേവന്മാരെല്ലാവരും ശ്രീപരമേശ്വരനെയും ദേവിയെയും പ്രാർത്ഥിക്കുന്നു. ദേവി ചണ്ഡികയായിട്ട് ജനിക്കുന്നു. ആ ചണ്ഡികാദേവി ഈ ശുംഭനിശുംഭന്മാരുടെ ആ രാജ്യത്തിന് സമീപത്ത് പോയി നിലനിൽക്കുന്ന സമയത്ത് ആ ദേവിയുടെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ശുംഭനും നിശുംഭനും അവരുടെ നിരവധിയായിട്ടുള്ള ദൂതന്മാരെ ഈ പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി ദേവിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ വിട്ട 2 പേരാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചണ്ടൻ എന്നും മുണ്ടൻ എന്നും വിളിക്കുന്ന 2 അസുരന്മാർ. ഇവരുടെ രാജാക്കന്മാരുടെ വാക്കും കേട്ട് ദേവിയോട് പോയി പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് നീ ഞങ്ങളെ രാജാവിനെ കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു, എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടുള്ളൂ, അല്ലാതെ ഒരാളെയും ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പോൾ നിന്നെ ഞാൻ പിടിച്ചു കെട്ടി എൻ്റെ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ ചണ്ടനും മുണ്ടനും കൂടെ ചേർന്ന് ഭഗവതിയെ ആക്രമിക്കാൻ വരികയും ദേവിയുടെ ഹുങ്കാരം കൊണ്ട്, എന്ന് വെച്ചാൽ ദേവിയുടെ അലർച്ച കൊണ്ട് തന്നെ ചണ്ടനും മുണ്ടനും അഗ്നിയായി പോയി, കത്തിപ്പോയി എന്നുമാണ് കഥയിൽ പറയുന്നത്. അമ്മ വെറുതെ ഒന്ന് അലറിയപ്പോൾ തന്നെ ഈ വലിയ അസുരന്മാർ 2 പേരും അഗ്നിക്കിരയായി എന്ന് സാരം. അങ്ങനെ ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ചതുകൊണ്ട് അവളെ ചാമുണ്ട എന്ന് വിളിക്കാൻ തുടങ്ങി. ആ ചാമുണ്ട തന്നെയാണ് ആത്യന്തികമായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ള ആ തവിട്ടുമുത്തി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ദേവി ചൈതന്യം. അത്യധികം തേജസ്സുള്ളൊരു ദേവിയാണ്. മേൽക്കൂര വേണ്ട, നേദ്യം വേണ്ട, നിത്യപൂജ വേണ്ട, എന്നാലും തേജസ്സിന് യാതൊരു കുറവുമില്ല എന്ന് മനസ്സിലാക്കുക. കുട്ടികൾക്ക് അതുപോലെ തന്നെ മുതിർന്നവരായാലും ആരായിരുന്നാലും ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ
തവിട്ടുമുത്തിക്ക് തവിട് നേർന്നു കഴിഞ്ഞാൽ അതിന് വലിയ തരത്തിലുള്ള ശമനം ഉണ്ടാവും എന്നാണ് അവിടെയുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് സ്നേഹത്തോടെ തവിട്ടുമുത്തിക്ക് ഈ തവിട് ഉഴിഞ്ഞ് സമർപ്പിക്കുന്ന രീതിയുള്ളത്. ദേവിയെ തവിട് കൊണ്ട് ആടുന്ന രീതിയുണ്ട്. എങ്ങനെയാണോ നമ്മൾ നാഗപ്രതിഷ്ഠയിലൊക്കെ ഈ മഞ്ഞളൊക്കെ ചാർത്താറില്ലേ, അതുപോലെ തവിടെടുത്തിട്ട് ദേവിയുടെ ദേഹത്തൊക്കെ നമ്മളിങ്ങനെ ചാർത്തി കൊടുക്കും. ഞങ്ങളുടെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഈ വഴിപാട് സ്വീകരിച്ച് ഞങ്ങളുടെ ആദിവ്യാധികളൊക്കെ മാറ്റിത്തരണേ ഭഗവതി എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ തവിട്ടുമുത്തിയുടെ ആരാധനാ കേന്ദ്രം. ഞാൻ പറഞ്ഞു, അവിടെ സാധാരണ രീതിയിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ളതുപോലെയുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊന്നല്ല അവിടെ ആരാധന നടത്തുന്നത്. അതിനായിട്ട് ചുമതലപ്പെട്ട ഒരു ഗോത്ര വിഭാഗമുണ്ട്. അവരാണ് അവിടെയുള്ള ആരാധനകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഭാരതീയമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള ആചാരങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആരാധനയ്ക്ക് അതിനുള്ള സ്ഥാനമുണ്ട്. കൗളമാർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനുള്ള സ്ഥാനമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള സനാതനധർമ്മം എന്ന് മനസ്സിലാക്കുക. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, ഇതെല്ലാവരുടേതും കൂടിയാണ്. ഇതെല്ലാം തന്നെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കാവ് എന്ന് മനസ്സിലാക്കുക. അവിടെ അടികൾ ഉൾപ്പെടെ ചെയ്യുന്ന തൃച്ചന്ദനച്ചാർത്ത് പൂജയുണ്ട്, കോമരങ്ങളുടെയും വെളിച്ചപ്പാടിൻ്റെയും ആരാധനാ രീതിയുണ്ട്, തവിട്ടുമുത്തിക്കുള്ള ആരാധനാ രീതിയുണ്ട്, വസൂരിമാലയ്ക്കുള്ള ആരാധനാ രീതിയുണ്ട്. നോക്കൂ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു സങ്കലനമാണ് ആ കാവ് പ്രദേശം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വം. ആ ധർമ്മത്തിൽ വന്ന് ജനിക്കാൻ സാധിച്ചതിന് ആ തവിട്ടുമുത്തി ആയിരിക്കുന്ന ഭഗവതിയോട് നമുക്ക് എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കാം. കൊടുങ്ങല്ലൂർ അമ്മയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് അസുഖങ്ങളും ആദിവ്യാധികളുമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് അവരെ സൗഖ്യത്തിലേക്ക് നയിക്കണേ എന്ന് തവിട്ടുമുത്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് സ്വയം പൂജിക്കാൻ അനുമതിയുണ്ട്. കേരളത്തിൽ ചില ക്ഷേത്രങ്ങളിലും ഇതിന് സൗകര്യമുണ്ട്. എന്നാൽ കൃത്യമായ കണക്കുകളിലും ചിട്ടകളിലും പണിഞ്ഞിരിക്കുന്നതിനാലും കൃത്യമായ പ്രതിഷ്ഠാ സമ്പ്രദായങ്ങളാലും കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിലും നേരിട്ടുള്ള പൂജ അനുവദനീയമല്ല. അതിന് ചില താന്ത്രിക വിധികളും മന്ത്രങ്ങളും ആവശ്യമാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പാളയം എയർപോർട്ട് റോഡിൽ പേട്ട എന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന് വിശാലമായ പറമ്പിൽ ക്ഷേത്രം നിലകൊള്ളുന്നു. തികച്ചും കേരളീയ മാതൃകയിലാണ് ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും. കാഞ്ഞിരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിന്ന പ്രദേശത്തെ കാഞ്ഞിരവിളാകം എന്ന് വിളിച്ചു പോന്നു. അങ്ങനെ അവിടെ കുടികൊണ്ട ദേവീ ചൈതന്യം കാഞ്ഞിരവിളാകം ദേവിയായി. ശക്തിസ്വരൂപിണി ചൈതന്യദായിനി നിൻപദം തേടി വന്നേ. ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയുടെ തിരുമുടിയാണ്. തിരുമുടിയിൽ കുടികൊള്ളുന്ന ദേവി ഭദ്രകാളി തന്നെയാണ് എന്നാണ് വിശ്വാസം. പണ്ട് കാഞ്ഞിരവിളാകം ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് കുറച്ചുകൂടി കിഴക്കുമാറിയാണ്. എന്നാൽ ക്ഷേത്രം ജീർണിച്ച് പുതുക്കിപ്പണി ആവശ്യമായി വന്നപ്പോൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നീക്കി പണിയുകയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു. ഈ അമ്പലത്തിന്റെ ശ്രീകോവില് പൂർണ്ണമായും ദാരുവിലാണ്, അതായത് തടിയിലാണ് തീർത്തിരിക്കുന്നത്. നേരത്തെ ഈ അമ്പലം ഇന്ന് ഈ കാണുന്ന വസ്തുവിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തത്. അവിടെ കാലപ്പഴക്കം മൂലം അത് പുതുക്കി പണിതപ്പോൾ ഈ ഭാഗത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. നിന്റെ സങ്കീർത്തനം വിളങ്ങുവാനനുഗ്രഹിക്കൂ. ക്ഷേത്രം അതിപുരാതനമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിലമ്പിൽ 66, 7, 12 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണിത്തരത്തിലുള്ള പഴമ കൊണ്ട് കൊല്ലവർഷത്തിലെ തീയതിയാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ കണക്കാക്കിയാൽ 1130 വർഷങ്ങളിലധികം പഴക്കമുള്ള ചിലമ്പാകണം അത്. അതുകൊണ്ട് തന്നെ ആ ചിലമ്പ് വച്ച് ആരാധിച്ചിരുന്ന ഈ ദേവസ്ഥാനത്തിനും അത്രത്തോളം തന്നെ പഴക്കം കാണും എന്ന് കരുതണം. ഒരുപക്ഷെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആരാധനാ സങ്കേതമായി വികസിച്ചിരുന്നില്ല എങ്കിലും അതിപ്രാചീന കാലം മുതൽ ആരാധന നടത്തിയിരുന്ന ഒരു പുണ്യഭൂമിയാണിത് എന്ന് വേണം കരുതാൻ. കാരുണ്യമല്ലോ നിൻ മഹത്വമെന്നറിഞ്ഞു ഞാൻ. ഇന്ന് അനേകം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ആരാധനാലയമാണ് കാഞ്ഞിരവിളാകം ക്ഷേത്രം.
ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടപ്പോൾ നിരവധി ഉപക്ഷേത്രങ്ങളും ഉണ്ടായി. ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദേവതമാർ, കാലയക്ഷി അമ്മ, മന്ത്രമൂർത്തി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് എന്നിവർക്ക് ആരാധനാ സ്ഥലങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രവും സമീപത്തായി ശാസ്താക്ഷേത്രവുമാണ് ഉള്ളത്. വടക്കു പടിഞ്ഞാറായി സുബ്രഹ്മണ്യൻ. ഒളിയായി തെളിയും പരമ്പൊരുളേ. ചുറ്റമ്പലത്തിന് പുറത്ത് കിഴക്കുഭാഗത്ത് ക്ഷേത്രത്തിന് അഭിമുഖമായും അല്പം വടക്കുമാറിയും മഹാദേവൻ കുടികൊള്ളുന്ന ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം കാണാം. അതിൽ നിന്നും വടക്കുഭാഗത്തേക്ക് നീങ്ങി ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ ധന്യമായ ക്ഷേത്രാങ്കണമാണിത്. ഇവിടത്തെ ആൽത്തറയിലിരുന്ന് അദ്ദേഹം ക്ഷേത്ര കാര്യദർശികളുമായി സംവദിച്ചിട്ടുണ്ട്. ഇവിടത്തെ ആലിലകളിൽ കാറ്റുവീശുമ്പോൾ ആ വിശ്വഗുരുവിന്റെ മഹാസന്ദേശങ്ങൾ നാം അനുസ്മരിക്കും. ഭദ്രകാളിയുടെ മുടിയാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളി അങ്കി ചാർത്തിയിട്ടുള്ള മുടിയാണ്. അതുപോലെ തന്നെ മഹാഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ശ്രീ മഹാദേവൻ, തമ്പുരാൻ, കാലയക്ഷി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ തറകളും കൂടാതെ ശ്രീനാരായണ ഗുരുദേവനും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിൻപദം തേടി വന്നേ. കന്നിമാസത്തിലെ നവരാത്രി വിപുലമായി ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും കുംഭമാസത്തിലെ ഭരണിയിൽ തുടങ്ങി പൂരത്തിൽ അവസാനിക്കുന്ന 10 ദിവസത്തെ ആഘോഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. തോറ്റം പാട്ടോടെ നടത്തുന്ന ഈ ഉത്സവത്തിൽ 5-ാം ദിവസം തൃക്കല്യാണവും, 8-ന് കൊന്നുതോറ്റും, 9-ന് എഴുന്നള്ളത്തും, 10-ന് പൊങ്കാലയും നടത്തുന്നു. ഈ ഉത്സവത്തോടൊപ്പം നടത്തുന്ന വില്ലിൽ തൂക്കം ചടങ്ങിൽ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 5-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് കുട്ടികളുടെ വില്ലിൽ തൂക്കമാണ് ഇവിടെ ഉള്ളത്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ തൂക്കമാണ് ഇവിടെ ഉള്ളത്. മറ്റ് ക്ഷേത്രങ്ങളിലുള്ള തൂക്കങ്ങളെന്ന് പറയുന്നത് വലിയ ആൾക്കാരുടെയാണ്. ഇവിടെ കുഞ്ഞു കുട്ടികളുടേതാണ്. അതുപോലെ തൃക്കല്യാണ പൂജ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ്. നമ്മളൊരു മനസ്സറിഞ്ഞൊരു പൂ ഭഗവതിയുടെ നടക്കിൽ വെച്ചാൽ പോലും അതിന് പൂർണ്ണ ഫലപ്രാപ്തിയാണ് കണ്ടുവരുന്നത്. വൈവിധ്യമാർന്ന മാതൃസങ്കല്പത്തിലുള്ള ദേവതമാരുടെ സമന്വയമാണ് ഇവിടുത്തെ ആരാധനാ സമ്പ്രദായത്തെയും ആഘോഷങ്ങളെയും മഹത്വപൂർണ്ണമാക്കുന്നത്. നാടിന്റെയും ഭക്തലക്ഷങ്ങളുടെയും വിശ്വാസത്തിന്റെ കേന്ദ്രമായി ഭക്തമനസ്സുകൾക്ക് ആശ്വാസവും ആത്മപ്രകാശവും പകർന്നുകൊണ്ട് കാഞ്ഞിരത്തിന്റെ കയ്പിനെയും മധുരമാക്കാൻ കെൽപ്പുള്ള ദേവത ഇവിടെ കുടികൊള്ളുന്നു. ഏകാഗ്രമായ മനസ്സിന് പഞ്ചേന്ദ്രിയങ്ങളുടെ അഭാവത്തിൽ പോലും ബാഹ്യലോകത്തെ തിരിച്ചറിയാനും വ്യാഖ്യാനിക്കാനും കഴിയും. അത്തരത്തിൽ മനസ്സിനെ ദൃഢപ്പെടുത്താൻ ഏവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.